രേണു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിരിക്കുകയാണ്. അതിനെ കുറിച്ച് എന്താ പറയുള്ളത്? പേഴ്സണൽ കാര്യങ്ങളിൽ കയറി ഇടപെടാറില്ല. എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ എനിക്കൊരു അതിർവരമ്പുണ്ട്. അതിലെ കാര്യം ഇങ്ങോട്ടും കയറാറില്ല, ഞാൻ അങ്ങോട്ടും കയറാറില്ല. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ് അവർ സബ്സ്ക്രിപ്ഷൻ നിലനിർത്തി. നെഗറ്റീവ് പറയുന്ന കുറെ വ്ളോഗേഴ്സ് പറയുന്നത് സുധിച്ചേട്ടന്റെ പേര് പേര് മാറ്റുന്നത് എനിക്ക് സൗകര്യമില്ല. കാരണം എന്റെ ഹസ്ബൻഡിന്റെ പേരല്ലാതെ വേറെ വല്ലവരുടെ പേര് എനിക്ക് ചേർക്കാൻ പറ്റും. അതാണ് ഞാൻ നിയമപരമായിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ച ആ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചത്. പക്ഷെ അതിനകത്ത് തെറ്റിപ്പോയി. ഈ രേണുസുധിയുടെ ഈ സബ്സ്ക്രിപ്ഷന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ഈ അടുത്താണ് ഞാൻ ശ്രദ്ധിച്ചത്. ഈ രേണുസുധി ഭയങ്കരമായിട്ട് ആരാധിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, അതായത് രേണുവിൻ്റെ ഭർത്താവായിട്ടുള്ള സുധി. ഈ സുധിയുടെ ഫോട്ടോ ഈ പുള്ളിക്കാരത്തി ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നൈസായിട്ട് അങ്ങ് മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് വേണം, എന്ത് ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ സുധിച്ചേട്ടന് വേണ്ടി, എൻ്റെ സുധിച്ചേട്ടൻ അതാണ്, മാടയാണ്, കോടയാണ്, ദൈവമാണെന്നും പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഈ സ്ത്രീ തന്നെ ആ ഒരു മനുഷ്യൻ്റെ പ്രൊഫൈൽ പിക്ചർ മാറ്റിയിരിക്കുകയാണ്. അതിനർത്ഥം എന്താണ്? ഇവർക്ക് ഇൻഷുറൻസ് തുക എങ്ങാണ്ട് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം ഇവരങ്ങനെ മാറ്റിയത് എന്നുള്ള രീതിയിലാണ് ഒരുപാട് പേര് സംസാരിക്കുന്നതും എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. കാര്യം ഇവർ റീസെൻ്റ്ലി ചെയ്യുന്ന പ്രവർത്തികൾ വെച്ചിട്ട് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും രേണു കഴിഞ്ഞ ദിവസം വന്ന് ഒരു സർട്ടിഫിക്കറ്റൊക്കെ പൊക്കി കാണിച്ചിട്ട് കുറച്ച് ഡയലോഗൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷം രേണുവിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. വ്ളോഗേഴ്സ്, അതായത് എന്നെ നെഗറ്റീവ് പറയുന്ന കുറെ വ്ളോഗേഴ്സ് പറയുന്നത് സുധിച്ചേട്ടന്റെ പേര് മാറ്റുന്നത് എനിക്ക് സൗകര്യമില്ല. കാരണം എന്റെ ഹസ്ബൻഡിന്റെ പേരല്ലാതെ വേറെ വല്ലവരുടെ പേര് എനിക്ക് ചേർക്കാൻ പറ്റും. അതാണ് ഞാൻ നിയമപരമായിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ച ആ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചത്. പക്ഷെ അതിനകത്ത് തെറ്റിപ്പോയത് ഗ്രൂമും ബ്രൈഡും ഗ്രൂമുമായി എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണ്ടേ നെഗറ്റീവുകൾക്ക് എടുത്ത് ട്രോളാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഗ്രൂം ആരാന്നും ബ്രൈഡ് ആരാന്നും പറയാനുള്ള വിദ്യാഭ്യാസം ഇട്ടുണ്ട് എനിക്ക്. പക്ഷെ എന്നാലും അങ്ങ് പറഞ്ഞു. ബ്രൈഡും ഗ്രൂമും തിരിച്ചറിയാനായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം പോലും രേണു സുധിക്കില്ല എന്നാണ് ഞങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലാതെ അത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് കണ്ടന്റിന് വേണ്ടി ഇട്ട് തന്നെ എന്നുള്ള ഡയലോഗ് അടിക്കല്ലേ. രേണു താഴെ എഴുതി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ, രേണുവിൻ്റെ ഇന്നലത്തെ ഒരു വീഡിയോക്കകത്ത് പ്രമോഷൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്, പ്രമോഷന് പകരം അതിനകത്ത് തന്നെയുണ്ട് ഈ ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസം എന്തുമാത്രം ഉണ്ടെന്ന്. ഞാൻ അതിന് കളിയാക്കുന്നതോ അതങ്ങ് ഭയങ്കര സംഭവമായിട്ടോ എന്നുള്ള രീതിയൊന്നും ഞാൻ പറയുന്നില്ല. തെറ്റുകൾ ആർക്കും പറ്റാം. ഒരുപാട് പഠിത്തമുള്ള ആൾക്കാർക്ക് വരെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഇല്ലേ? അപ്പം അതൊന്നും ഞാൻ ഭയങ്കര രീതിയിൽ എടുത്ത് വെച്ച് കളിയാക്കാനൊന്നും നിൽക്കത്തില്ല. പക്ഷേ കയ്യിൽ നിന്ന് പോയെന്ന് അറിഞ്ഞിട്ടും പിന്നെയും അത് ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന രീതി നിങ്ങൾ കണ്ടില്ലേ? അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഇവർ പറയുന്ന കേട്ട് കുറേ വ്ളോഗേഴ്സ് എടുത്ത് വെച്ചിട്ട് എന്തോ ഇവരുടെ ഭർത്താവിൻ്റെ പേര് മാറ്റണമെന്നൊക്കെ ഒരു മനുഷ്യരും പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആ മനുഷ്യനെ അനാവശ്യമായിട്ട് വലിച്ചിടരുത് എന്നുള്ള രീതിയിൽ എല്ലാവരും സംസാരിച്ചിട്ടുള്ളൂ. ഇവരാണ് വന്ന് മാരേജ് സർട്ടിഫിക്കറ്റൊക്കെ പൊക്കി കാണിച്ച് എൻ്റെ ഭർത്താവാണ്, അതാണ്, ഇതാണെന്നൊക്കെ. നിങ്ങളുടെ ഭർത്താവല്ലെന്ന് ഇവിടെ ഒരു മനുഷ്യരും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് തന്നെ സംശയമുണ്ടോ അയാൾ നിങ്ങളുടെ ഭർത്താവാണെന്ന്? പിന്നെ എന്തിനാണ് നിങ്ങൾ മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ച് കാണിക്കുന്നത്? ഞങ്ങൾക്കും ഈ പറയുന്ന രേണു സുധിയെ മാത്രമേ അറിയൂ, ഈ സുധിയുടെ ഭാര്യയായിട്ട്, അല്ല വേറെ ആരെയും ഞങ്ങൾക്ക് അറിയത്തില്ല. കണ്ടന്റ് ആവട്ടെ എന്നെ കൊണ്ട് ഉപജീവിക്കുന്ന കുറെ വ്ളോഗേഴ്സ് ഉണ്ട്. സോ അവർക്ക് ഒരു ദിവസം ഞാൻ എന്റെ ഒരു വീഡിയോ കിട്ടിയില്ലെങ്കിൽ അവരെങ്ങനെ കഞ്ഞി കുടിക്കുമെന്ന് ഓർത്ത് ഞാൻ ആകെ സങ്കടത്തിലാണ്. അതുകൊണ്ട് ഞാനൊന്ന് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഗ്രൂമും ഗ്രൂമും സുധിച്ചേട്ടനെ ഞാൻ ബ്രൈഡുമാക്കി, എന്നെ ഗ്രൂമുമാക്കി, തിരിഞ്ഞും മറിഞ്ഞും പോയി. ന്യായീകരിക്കാൻ ഇവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ലോകത്ത് വേറെ ആരും. എന്തായാലും വേറൊരു കാര്യം കൂടെ പറയാതിരിക്കാനായിട്ട് വയ്യ. ഈ സ്ത്രീ ഉണ്ടല്ലോ, ഈ സബ്സ്ക്രിപ്ഷൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, ഇതിനകത്ത് ഇവർ പോസ്റ്റ് ചെയ്യുന്ന കുറച്ച് ഫോട്ടോസ് ഉണ്ട്. ഇവരെന്തോ ശരിക്കും അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഭയങ്കര ഹോട്ട് ആൻഡ് സെക്സി ആയിട്ട് ഓരോ ഫോട്ടോസ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുവാണ്. ഇതാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയണ്ട, മക്കളെ തീറ്റിപ്പൊറ്റാൻ വേണ്ടി കണ്ടെത്തിയ മാർഗം? അതെനിക്ക് ചോദിക്കുള്ളൂ. ഇവരുടെ വീട്ടിൽ ഇവരുടെ അച്ഛനും അമ്മയും ഒന്നും ഇതൊന്നും കാണത്തില്ലേ? പോട്ട് ചേച്ചിയൊന്നും ഇതൊന്നും കാണുന്നില്ലേ? ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കാനില്ലേ? നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ നിലവാരം കൊണ്ടുവന്ന് കളയുന്നത്? ആ ഒരു മനുഷ്യൻ്റെ പേരും എടുത്ത് വെച്ചിട്ട് എത്രത്തോളം അപരാധം കാണിക്കാവോ അതിൻ്റെ എക്സ്ട്രീം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള അഭിശ്രീ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ വന്ന് പ്രതികരിക്കുന്നുണ്ട്. അവർ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. രേണു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിരിക്കുകയാണ്. അതിനെ കുറിച്ച് എന്താ പറയുള്ളത്? പേഴ്സണൽ കാര്യങ്ങളിൽ കയറി ഇടപെടാറില്ല. എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ എനിക്കൊരു അതിർവരമ്പുണ്ട്. അതിലെ കാര്യം ഇങ്ങോട്ടും കയറാറില്ല, ഞാൻ അങ്ങോട്ടും കയറാറില്ല. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ് അവർ സബ്സ്ക്രിപ്ഷൻ നിലനിർത്തി പോണോ വേണ്ടേ എന്നുള്ളത്. സോ അത് നല്ലതാവാം
മറ്റു പലർക്കും അത് മോശമാവും. എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ ഞാൻ ഇടപെടുന്നില്ല. അല്ലെ, അതിൽ എത്രത്തോളം കണ്ടന്റ് ആണ് ഇടുന്നത്, എന്തെങ്കിലും ഷെയർ ചെയ്യാൻ, എന്തെങ്കിലും പറയാറോ, എന്തെങ്കിലും അങ്ങനൊന്നുമില്ല അല്ലെ? ഫ്രണ്ട്സ് ഞാൻ ആണോ? എന്റെ കണ്ടന്റ് ഷെയർ ചെയ്യുന്നത് പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ള, ഞാൻ എന്റെ കണ്ടന്റ് ഷെയർ ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും, ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും. ഞങ്ങളുടെ ഡാൻസ് ഷെയർ ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, ഞങ്ങളുടെ ഇതായിട്ടുള്ള പേഴ്സണൽ വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടാവുന്നവരും ഉണ്ട്, ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. സോ ഇഷ്ടപ്പെടാത്തവർ കാണണം, ഇഷ്ടപ്പെടുന്നവർ മാത്രം കാണും. ഇത് തന്നെ ഇതിലും പറയാനുള്ളൂ. ഇഷ്ടപ്പെടാത്തവർ കാണണം, ഇഷ്ടപ്പെടുന്നവർ കാണും. പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടില്ലേ? അതായത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ആ കാര്യത്തിൽ നമ്മൾ ആരും ഇടപെടേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ള ആൾക്കാർക്ക് അത് പോയി കാണാം, ആവശ്യമില്ലാത്ത ആൾക്കാർ പോയി കാണേണ്ടതാണ്. അത് കറക്റ്റാണ്. പക്ഷേ ഇതിൽ കൂടുതൽ അവരെന്ത് പറയാനാണ്? അവരെന്തെങ്കിലും വന്ന് വാ തുറന്നു കഴിഞ്ഞാൽ അവരെ വന്ന് അപരാധം പറയും. അവരുടെ ഉള്ളിലുണ്ട്. അബിയെ സംബന്ധിച്ച് അബിക്ക് തിരിച്ച് പറയാനായിട്ടുള്ള കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം ബിഗ് ബോസിൽ പുള്ളിക്കാരെ അത്യാവശ്യം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കും. അപ്പം ഇത് ഇങ്ങനൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എന്ത് പറയാനാണ്? അത് അവരുടെ പേഴ്സണൽ ചോയ്സ് എന്നേ പറയാൻ പറ്റൂ. ബിക്കോസ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നാൽ പോലും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, ഒരു മനുഷ്യർക്കും ഇവർ ഈ ചെയ്ത പ്രവൃത്തിയോടെ യോജിപ്പ് കാണത്തില്ല. 100% ഞാൻ എഴുതിയിട്ട് തരാം. ആര് യോജിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. എക്സ്ക്ലൂസീവ് എന്നും പറഞ്ഞ് 150 രൂപ 200 രൂപ ആക്കിയിട്ട് എക്സ്പോസ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് എല്ലാം പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൊള്ളാം. എന്തായാലും കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രേണു എന്തിട്ട് കഴിഞ്ഞാലും അത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുക തന്നെ ചെയ്യും. അത് വേറൊരു കാര്യം. എന്തായാലും രേണുവിൻ്റെ അടുത്തൊരു വീഡിയോ കാണാം. എന്താണെന്നറിയത്തില്ല, ഞാൻ രാവിലെ കുറച്ച് എനിക്ക് നെഗറ്റീവ്, അവരുടെ പേരൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കുറച്ച് റിയാക്ഷനോളുകളുണ്ടല്ലോ എനിക്ക് നെഗറ്റീവ് അടിക്കുന്ന കുറേ കണ്ടന്റോളുകൾ. ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ പിന്നെ അവന്മാർക്കും അവളുമാർക്കും എല്ലാം അങ്ങ് ആദ്യമാണ് എന്താണ് എനിക്കൊന്ന് ചാരപ്രവൃത്തി ഉണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ അവന്മാർ തന്നെ സബ്സ്ക്രിപ്ഷൻ ചെയ്തായിരിക്കും. എന്തായാലും ഞാനിടുന്ന പോസ്റ്റൊക്കെ അവന്മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒത്തിരി താങ്ക്സ് എനിക്ക് വേണ്ടി പ്രമോഷൻ ഇങ്ങനെ ചെയ്യുന്നതിന്. ഒരുപാട് താങ്ക് യു സോ മച്ച്. ഞാൻ ഇടുന്ന കണ്ടന്റ് അവർക്ക് കിട്ടുന്നുണ്ടെന്ന്. രേണു എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആ സാധനം നാട്ടുകാരുടെ കയ്യിൽ കിട്ടിയ തന്നെ ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന സാധനം പബ്ലിക്ക് കാണണം. പ്രത്യേകിച്ച് നിങ്ങളുടെ അന്ധമായിട്ട് ആരാധിച്ചുകൊണ്ട് നടക്കുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ, അവരെല്ലാം കാണണം. എന്നിട്ട് അവർ മനസ്സിലാക്കണം, അയ്യോ ഈ ഒരു സ്ത്രീയാണല്ലോ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത്. രേണുവിൻ്റെ ഒരു ചിന്ത കാണുമായിരിക്കും, രേണു കാരണമാണ് നമ്മളെല്ലാവരും കഞ്ഞി കുടിച്ച് പോകുന്നത്. ഇമ്മാതാ നിങ്ങൾ കാണിക്കുന്ന അപരാധം ഉണ്ടല്ലോ, അത് എത്രത്തോളം നാട്ടുകാരുടെ മുന്നിൽ കാണിച്ച് വലിച്ചു കയറാൻ പറ്റുന്ന അതിൻ്റെ എക്സ്ട്രീം നമ്മൾ ചെയ്തിരിക്കും. എന്നിട്ട് ഈ പരിപാടി നിർത്തത്തുള്ളൂ. നെഗറ്റീവ് പറയുന്ന കുറച്ച് പേര്, നെഗറ്റീവ് റിയാക്ഷൻ ചെയ്യുന്ന കുറച്ച് പേര് വ്ളോഗേഴ്സ്, താങ്ക് യു സോ മച്ച്. എനിവേ ഞാനെങ്ങനെയാണ് ജീവിച്ചു പോട്ടടാ. നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ഇറക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നീയൊക്കെ എല്ലാവരും ജീവിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും എങ്ങനെ ജീവിക്കണമെന്ന് തിരഞ്ഞെടുക്കുന്ന മാർഗം ഉണ്ടല്ലോ. അതിനെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ തിരഞ്ഞെടുത്ത മാർഗം എന്തുവാ? ഇങ്ങനെ എക്സ്ക്ലൂസീവ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടാണോ നിങ്ങൾ ജീവിക്കേണ്ടത്? അത്യാവശ്യം കയ്യിൽ നല്ല പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നിട്ടും നിങ്ങൾ ഈ ഒരു പ്രവൃത്തിക്ക് പോകുമ്പം നിങ്ങളുടെ നിലവാരം എന്തുവാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഞാൻ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ച് പോട്ടെന്ന്. നിങ്ങളെങ്ങനെ ജീവിച്ച് പൊക്കോ. പരിച്ചു പേര് മനുഷ്യൻ്റെ പേരും വലിച്ചിട്ട് കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞിട്ട് എന്ത് തോന്നിയാസം കാണിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും പ്രതികരിക്കും. എന്റെ കാര്യം നോക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ പോലും നടക്കത്തില്ല. അവന്മാർക്ക് എന്റെ കണ്ടന്റ് കിട്ടിക്കൊണ്ടിരിക്കണം. സോ അതാണ് അവരുടെ ഉപജീവന മാർഗം. എനിവേ എന്റെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണോ എന്ന് അറിയത്തില്ല, ഇനി ചാരപ്രവൃത്തി നടക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഞാനിടുന്ന പോസ്റ്റിൽ അവന്മാർക്ക് കിട്ടുന്നുണ്ട്. എനിവേ എനിക്ക് താങ്ക് യു സോ മച്ച് ഫോർ ഫ്രീ പ്രമോഷൻ. താങ്ക് യു. ഇതും കണ്ടിട്ട് രേണുവിൻ്റെ അന്തം ഫാൻസ് പറയണം, അതെങ്ങനെങ്കിലും ജീവിച്ചോട്ടെ, എന്തിനാ അതിൻ്റെ പുറകെ നടക്കുന്നത്? ഇടേ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ, അവരൊക്കെ വീട്ടിലിരുന്ന് എന്ത് പറയണ്ടേ, ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ സങ്കടമാണ് അവരിതൊക്കെ തീർക്കുന്നത്. അതായത് രേണുവിൽ നിന്ന് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, മനസ്സിലായി? അതായത് ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. തീർന്നിട്ടില്ല. ഇതൊക്കെയാണ് രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷനകത്ത് കിടക്കുന്ന ഫോട്ടോസ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? രേണു എത്രത്തോളം എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നോ അതിൻ്റെ എക്സ്ട്രീം രേണു കടന്ന് കാണിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇനിയും വരുന്ന ദിവസങ്ങളിൽ മേ ബി വീഡിയോസ് വരാം, ഇതുപോലെയുള്ള കൂടുതൽ ഹോട്ടായിട്ടുള്ള ഫോട്ടോസ് വരാം. ഇതെല്ലാം പ്രതീക്ഷിക്കാം. അത് കണ്ടിട്ടും ആൾക്കാർ പറയണം, പാവം ആ 2 പിള്ളേർക്ക് വേണ്ടിയിട്ടല്ലേ, എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് പറയണം. ഇതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ല ഈ ഒരു സ്ത്രീയുടെ വിഷയത്തിൽ. നമ്മൾ സംസാരിച്ചത് തന്നെ പിന്നെ റിപ്പീറ്റഡ്ലി നമ്മൾ പറയുമ്പോൾ നമുക്ക് തന്നെ എന്തോ പറയണ്ടേ, നമുക്ക് തന്നെ ഒരു വല്ലായ്മ തോന്നുന്നു. ഇവരൊട്ടും നന്നാവാൻ പോകുന്നില്ല. ഇവർ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ എന്തും കാണിച്ച് ഞാൻ കാശുണ്ടാക്കും എന്നുള്ളൊരു സാഹചര്യത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവരെ എത്ര ഉപദേശിച്ച് കഴിഞ്ഞാലോ, നമ്മളിവരെ അടുത്ത് വെച്ച് എത്ര റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലോ ഒരു പ്രയോജനവും ഇല്ല.
മനസ്സിലായി. അവർ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവർ ഭയങ്കര ഇൻഡയറക്ട്ലി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ വീഡിയോസ് വരും തോറും അവരുടെ മാർക്കറ്റ് വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചാനൽ ഇപ്പോൾ തുറന്നു നോക്കി കഴിഞ്ഞാൽ രേണു മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും അത് തന്നെ, ബിക്കോസ് വ്യൂവർഷിപ്പ് മാറ്റേഴ്സ്, അത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.